നമസ്കാരം. പ്രധാന വാർത്തകൾ. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസ് സുപ്രീംകോടതി ഇന്ന് വിധി പറയും. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ പുനരന്വേഷണം വേണമോ എന്നതിൽ സുപ്രീംകോടതി തീരുമാനം ഇന്ന്. തൊണ്ടിമുതലിൽ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ചുള്ള കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിലാണ് വിധി. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ ആരോപണം. പാലക്കാട് പോളിംഗ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര. ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട്ട് പോളിംഗ് തുടങ്ങി. വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങി. പോളിംഗ് ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ആകെ 184 ബൂത്തുകളാണുള്ളത്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ നിശബ്ദ പ്രചാരണ ദിനമായ ഇന്നലെ വരെ നിരവധി വിവാദങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പി സരിൻ വോട്ട് ചെയ്യാനെത്തി. ബൂത്തിലെ വിവിപാറ്റ് മെഷീൻ തകരാർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. ട്രൂ ലൈൻ സ്കൂളിലെ 88-ാം ബൂത്തിലെ വിവിപാറ്റ് മെഷീനിലാണ് തകരാറ് കണ്ടെത്തിയത്. മെഷീന്റെ ബാറ്ററി മാറ്റിയതായാണ് സൂചന. ഇടത് സ്വതന്ത്രൻ പി സരിനും ഭാര്യയും വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലാണ് തകരാർ കണ്ടെത്തിയത്. സാങ്കേതിക വിദഗ്ധർ എത്തി മെഷീൻ പരിശോധിച്ച് തകരാർ പരിഹരിച്ചു. 88-ാം ബൂത്തിൽ വോട്ടർമാരുടെ വലിയ നിരയാണ് ദൃശ്യമായത്. ഒരു മാസത്തിലധികം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് ഇന്ന് വിധി എഴുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, പി സരിൻ, സി കൃഷ്ണകുമാർ അടക്കം 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കുർവ സംഘത്തെ പൂട്ടാൻ പോലീസ്. സംഘത്തിലെ സന്തോഷ് സെൽവനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആലപ്പുഴയിൽ മോഷണം നടത്തിയ കുർവ സംഘത്തിലെ സന്തോഷ് സെൽവനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ സന്തോഷിനൊപ്പമുണ്ടായിരുന്ന കൂട്ടാളിയെയും പുന്നപ്പറയിൽ മോഷണം നടത്തിയ പ്രതികളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 5 ദിവസം കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ വിശദമായി ചോദ്യം ചെയ്ത് കുർവ സംഘത്തിലെ കൂടുതൽ പ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മോഷണം നടന്ന വീട്ടിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജിഫ്രി തങ്ങളെ സന്ദർശിച്ച് സന്ദീപ് വാര്യർ. സമസ്ത കേരളത്തിന്റെ സൂര്യ തേജസ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സന്ദീപ് വാര്യർ. മലപ്പുറം കഴിശ്ശേരിയിലെ ജിഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്ന് തങ്ങൾ പ്രതികരിച്ചു. തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പതിപ്പ് സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങൾക്ക് കൈമാറി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ശ്രദ്ധേയം. പി സരിന് വോട്ട് തേടിക്കൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ CPM പത്രപരസ്യം നൽകിയതിന്റെ വിവാദത്തിനിടെയാണ് സമസ്ത അധ്യക്ഷനുമായുള്ള സന്ദീപ് വാര്യരുടെ കൂടിക്കാഴ്ച.